ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ. അപ്പോൾ എന്തൊരു മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ. അതും എണ്ണയിൽ വറുത്തെടുത്ത മാങ്ങ കൊണ്ടുള്ള അച്ചാർ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. നേരെ വീഡിയോയ്ക്ക് പോവാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ തുടങ്ങാം. അപ്പോൾ മാങ്ങാച്ചാർ ഉണ്ടാക്കാനായി ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയായി വെള്ളമൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ച് കഷ്ണങ്ങളാക്കാം. ഇതുപോലെ നീളത്തിലാണ് മുറിച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് എണ്ണയിൽ വറുത്തെടുക്കാം. അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിൽ ആകുമ്പോൾ അച്ചാർ കേടുവരാതെ കുറേ നാൾ ഇരിക്കും. അതുകൊണ്ടാണ് നല്ലെണ്ണ എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി മുറിച്ച് വെച്ച മാങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ട് സൈഡും നന്നായി വേവുന്ന വരെ തിരിച്ചും മറിച്ചും ഒന്ന് ഇളക്കി കൊടുക്കാം. മാങ്ങ നന്നായി വെന്ത് വരണം. ഇപ്പോൾ മാങ്ങ രണ്ട് സൈഡും വെന്തിട്ടുണ്ട്. ഇനി ഇത് കോരി വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ള മാങ്ങ കൂടി വറുത്തെടുക്കാം. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാം. അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തീ കത്തിച്ചിട്ടില്ല. ഇതിലേക്ക് നേരത്തെ മാങ്ങ വറുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്താണ്, നല്ല പൊടിയാക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് അതുകൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് പൊടിച്ചതാണ്, വറുത്ത് പൊടിച്ചതാണ്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായം പൊടിച്ചത് അതുകൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി അച്ചാറിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തീ ഓണാക്കിയതിന് ശേഷം ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് പൊടികളുടെ പച്ചമണക്കം ഒന്ന് പോകുന്ന വരെ നന്നായി വറുത്തെടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണക്കം മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് നേരത്തെ വറുത്ത് വെച്ച മാങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലെ വെള്ളവും എണ്ണയൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വറുത്ത മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത് 2 ദിവസം കഴിയുമ്പോഴേക്ക് ഒന്നുകൂടി ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.